Hi friends, welcome back to my channel Teachers Cafe. Teachers Cafe il nammal innu undakkan povunnathu oru motta undu viral aaya oru recipe aanu valare simple aanu idu cheyan vendittu appo ee oru recipe enganeyanu namukku undakkannennu nokkam adinu vendittu aadham oru pan eduthittu 1 tablespoon panchasara adiyil onnu ittu kodukam valiya pan aanengil koodal panchasara idavuneyanu എന്നിട്ട് അതിലേക്ക് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞതാണ് അത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു പഞ്ചസാരയുടെ മുകളിലായിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കാം അങ്ങനെ വെച്ചതിന് ശേഷം പാത്രം മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ പഞ്ചസാരയൊക്കെ ഏകദേശം ഒന്ന് അതിൽ അലിഞ്ഞ് കിട്ടണം അപ്പോൾ അത്യാവശ്യം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കണം ഫസ്റ്റ് ചേർക്കുന്നത് 1/2 കപ്പ് പാലാണ് അപ്പോൾ 1/2 കപ്പ് പാല് നമുക്കിതിലേക്ക് ചേർക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ ഡിസോൾവ് ആവാത്ത പഞ്ചസാര ഉണ്ടെങ്കിൽ അതിപ്പോൾ അലിഞ്ഞോളും ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണം നമ്മൾ 1 കപ്പ് മൈദ ചേർക്കാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്ത മൈദയാണ് അപ്പോൾ മൈദ അരിച്ചെടുത്ത് 1 കപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വിസ്ക് വെച്ച് മിക്സ് ചെയ്യാം വിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു പരുവമാണ് ഇതിന് വേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു ബാറ്റർ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് സോഡാപ്പൊടി എന്ന് നമ്മൾ പറയില്ലേ അപ്പത്തിലൊക്കെ ഇടുന്നത് അതുകൂടി ചേർത്ത് പെട്ടെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു പാനിലേക്ക് ആ ഒരു പഴത്തിൻ്റെ മുകളിലേക്ക് ഈ ബാറ്റർ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക ഒത്തിരി ടാപ്പ് ചെയ്യേണ്ട അതിൽ ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഗ്യാസിൽ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ ബാറ്റർ ഒഴിച്ച ആ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഞാനിവിടെ വയ്ക്കുന്നത് അപ്പോൾ പഴയ പാത്രത്തിൻ്റെ മുകളിൽ കാരണം നേരിട്ട് ചൂടടിക്കരുത് ഇൻഡയറക്റ്റ് ആയിട്ട് അടിക്കാമുള്ളൂ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 25 മിനിറ്റ് ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം 25 മിനിറ്റ് മതിയാകും 25 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇത് തുറന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം സോ ഇത് നമുക്ക് ജസ്റ്റ് സൈഡെല്ലാം ഒന്ന് വിടിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരൊറ്റ മുട്ട കൊണ്ട് നമ്മൾ തയ്യാറാക്കിയ കേക്കാണത് വളരെ സോഫ്റ്റാണ് മുറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം എന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ അതൊന്നും കമൻറ്റ് ചെയ്ത് അറിയിക്കുക കൂടി ചെയ്യാം താങ്ക്